This call is now being recorded. ഓക്കെ, അപ്പൊ നമ്മൾ EIA കുറെ ടെക്നിക്സും കാര്യങ്ങളൊക്കെ നോക്കി ലാസ്റ്റ് ക്ലാസ്സിൽ. ഈ ക്ലാസ്സിൽ നമുക്ക് നോക്കാനുള്ളത് ഫൈനൽ EIA റിപ്പോർട്ട് ഇനി എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ബാക്കി എല്ലാ പരിപാടികളും നോക്കി എന്തൊക്കെയാണ് ഇത് ചെയ്യാനുള്ളതെന്നും. അപ്പൊ നമുക്ക് ഇനി ഉണ്ടാക്കേണ്ടത് ലാസ്റ്റ് ഇതിന്റെ റിപ്പോർട്ട് ഉണ്ടാക്കണം. ഈ ഒരു കമ്മിറ്റി ഒക്കെ കൂടിയിട്ടാണല്ലോ EIA സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ ഇത് നമുക്ക് ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ കമ്പനിക്കും അതേപോലെ തന്നെ ഗവൺമെന്റിനും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം. ആ റിപ്പോർട്ടിന്റെ പേരാണ് ഫൈനൽ റിപ്പോർട്ട് അഥവാ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. നമുക്ക് അവിടെ തൊട്ട് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മളുടെ ഫൈനൽ റിപ്പോർട്ടിനെയാണ് നമ്മളെ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ പോലെ ഫൈനൽ റിപ്പോർട്ട് ആണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് ആയതുകൊണ്ട് തന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറയാറ്. അഥവാ EIS. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ സാധാ പ്രൊജക്ട് റിപ്പോർട്ടൊക്കെ വെക്കുന്ന പോലെ തന്നെ ഇതും ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ദിസ് ഇസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് EIA പ്രോസസ് എന്ന് പറയാം. നമുക്ക് ഈ റിപ്പോർട്ടും കൂടി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നിങ്ങളെ പ്രൊജക്ടിന്റെ പരിപാടി എപ്പോഴാണ് തീരുക. നിങ്ങളെ ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ അകത്ത് വെരിഫിക്കേഷനും സിഗ്നേച്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പ്രൊജക്ട് പരിപാടി അവിടത്തേക്ക് സ്റ്റോപ്പ് ആയി അല്ലെ. പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ ഇനി അതിന്റെ ഫ്യൂച്ചർ എന്തെങ്കിലും ഇപ്പൊ MTech പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പ്രൊജക്ടിന്റെ അകത്ത് തന്നെ എന്തെങ്കിലും ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ റിപ്പോർട്ട് കയ്യിലുള്ളതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ കയ്യിലുള്ള റിപ്പോർട്ട് നമ്മളെ കയ്യിലൊരു കോപ്പി ഉണ്ടാവും, അതേപോലെ തന്നെ കോളേജിന്റെ കയ്യിലൊരു കോപ്പി ഉണ്ടാവും അല്ലെ, ഡിപ്പാർട്ട്മെന്റിലൊരു കോപ്പി ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ റിപ്പോർട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഫ്യൂച്ചർ സ്കോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ നിങ്ങളായിട്ട് കണ്ടുപിടിച്ച ഡ്രോബാക്സ് ഒക്കെ അതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ ഡ്രോബാക്സ് മറികടക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വേറൊരാൾ വന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യത അല്ലെ. നിങ്ങളുടെ ജൂനിയർ ബാച്ചുകൾ ഇപ്പം വന്നതായിരിക്കും, അവർക്ക് പ്രത്യേകിച്ച് ടോപ്പിക്കിൽ ഒന്നും കിട്ടിയിട്ടില്ല. സോ നിങ്ങളുടെ റിപ്പോർട്ട് അവർ സെർച്ച് ചെയ്യുന്നു, നിങ്ങളെ റിപ്പോർട്ട് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഒരു നല്ല ടോപ്പിക് കിട്ടി. അപ്പൊ അതിൻ്റെ അകത്ത് എടുത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിൽ ചിലപ്പോൾ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും ഡ്രോബാക്സ് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് എത്താൻ പറ്റാത്ത സാധനങ്ങൾ, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അകത്ത് വേറെ സോളാർ പവർ ഒഴിപ്പിക്കാന്നോ അല്ലെങ്കിൽ ഇത് മൾട്ടിപർപ്പസ് ആക്കാന്നോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടാവും. സോ ബാക്കി ജൂനിയേഴ്സിന് വേണമെങ്കിൽ അതിൽ പ്രൊജക്റ്റ് എടുത്ത് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മളുടെ ഫൈനൽ റിപ്പോർട്ട് എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. നമ്മൾ പറഞ്ഞ ഒരു വലിയ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ചിട്ടായിരുന്നു ഈ എൻവയോൺമെന്റൽ ഇമ്പാക്ട് പ്രൊസീജിയർ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. സ്ക്രീനിങ്, സ്കോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രൊസീജിയർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഓരോ ടീമുകൾ ഉണ്ടായിരുന്നു. പബ്ലിക് ആൾക്കാരുണ്ടായിരുന്നു, സയന്റിഫിക് ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരുണ്ടായിരുന്നു, സോഷ്യൽ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു, പിന്നെ അതേപോലെ തന്നെ കമ്പനീന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ കൂടി ചേർന്നിട്ടായിരുന്നു ഈ റിപ്പോർട്ടും ലാസ്റ്റ് ഉണ്ടാക്കുക. സോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു ഫൈനൽ സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ദിസ് ഈസ് ദ ഫൈനൽ സ്റ്റേജ് ഓഫ് EIA, എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റിന്റെ ഫൈനൽ സ്റ്റേജിനെയാണ് നമ്മൾ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ പ്രൊജക്ട് റിപ്പോർട്ട് പോലെ തന്നെ എന്താണോ നിങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അത് മെയിൻ കോണ്ടന്റ് ഇതിൻ്റെ അകത്ത് വേണം. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പരിപാടി ചെയ്തിട്ടുള്ളത്, ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയത്, ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രീനെ ബേസ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ആണോ, ഒരു പ്രൊജക്റ്റ് ആണോ, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ആണോ, എന്തോ ആയിക്കോട്ടെ, അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു കണ്ടന്റ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. അതെന്താണ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ആയിട്ട് ഒരു സമ്മറൈസ്ഡ് കണ്ടന്റ് അവിടെ ഉണ്ടാവണം. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ വരേണ്ട കാര്യങ്ങളാണ് നമ്മൾ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു വേറെ തന്നെ സബ് ഹെഡിങ് ആയിട്ട് അവിടെ ഉണ്ടാവണം ഈ ഒരു റിപ്പോർട്ടിന്റെ അകത്ത്. സോ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് വെച്ചാൽ മെയിനിന്റെ ബോഡി അല്ലെങ്കിൽ സമ്മറി ഓഫ് പ്രോഗ്രാം അവിടെ ഉണ്ടാവണം. അതേപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ അകത്തേക്ക് കൊടുക്കണം. പിന്നെ എന്തെങ്കിലും നമ്മൾ
ഫോളോ അപ്പ് ആക്ഷൻസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഈ കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ റൺ ചെയ്യുമ്പോൾ ഫോളോ അപ്പ് ആക്ഷൻസ് ചിലപ്പോൾ എടുക്കാനുണ്ടാവും. ആ ഫോളോ അപ്പ് ആക്ഷൻസ് എന്തൊക്കെയാണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ റെക്കമെൻഡേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമ്മൾ ഈ EIA റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഈ മെയിൻ ആയിട്ട് EIA റിപ്പോർട്ട് ഉണ്ടാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കമ്പനിക്കാർക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ വേണ്ടിയിട്ടല്ല. അതിന്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു EIA റിപ്പോർട്ട് ഉണ്ടാക്കുക. ഇൻ കേസ് നിങ്ങൾക്കറിയാം നിയമാവകാശ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഏതൊരു സാധനം ഇപ്പോ എനിക്ക് എൻ്റെ വീട്ടിന്റെ മുമ്പിലുള്ള റോഡ് പണി എടുത്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കും. എനിക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിലിംഗ് ഗവൺമെന്റ് എടുക്കുക ചോദ്യം ചോദിച്ചിട്ട് എനിക്ക് എടുക്കാൻ പറ്റും. എത്ര ബഡ്ജറ്റ് ചെലവാകുന്നുണ്ട് ഇതിന്, ആ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിച്ചെടുക്കാൻ പറ്റും. അതായത് പബ്ലിക്കിനും വേണമെങ്കിൽ നിങ്ങളുടെ ഈ ഒരു പ്രൊജക്ട് കാരണമുള്ള റിപ്പോർട്ട് തെരഞ്ഞ് എടുക്കാൻ പറ്റും അതിൻ്റെ അകത്തുനിന്ന്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വലിയ IT കമ്പനിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എന്താ പറയാ കൊക്കക്കോളേന്റെ പ്ലാന്റോ അല്ലെങ്കിൽ പെപ്സിന്റെ പ്ലാന്റോ ഒക്കെ ഉണ്ടാക്കേണ്ടതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതെന്തെല്ലോ പ്രശ്നങ്ങൾ ഈ പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാൻ പോകുന്നുണ്ട്. ഈ റിപ്പോർട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗവൺമെന്റിന്റെ അടുത്ത് ചോദിക്കാം, എനിക്ക് ഈ ഒരു സാധനത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടണം, അവർ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റിപ്പോർട്ടായിരിക്കും എടുത്തു തരിക. ഓക്കെ, അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് ഏതൊരു സാധാരണക്കാരനും നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കും ഇതിൻ്റെ അകത്തുള്ള ഫുൾ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാകും. ഓരോന്നും സബ് ഡിവൈഡ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അപ്പം വിവരാവകാശ കമ്മീഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മൾ രൂപീകരിച്ചത്. ഇപ്പൊ ഇതിന്റെ ആയാലും നമ്മൾ റോഡ് പണിന്റെ ആയാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഏതൊരു പ്രൊജക്ട് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അത്രത്തോളം പൈസ ചെലവായി എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് നമ്മളെ ഫോളോ അപ്പ് ആക്ഷൻ പ്ലാൻസ് എന്തൊക്കെയുണ്ട് അതും അതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിക്കണം എന്നൊക്കെ പറയുന്നത്. പിന്നെ മാക്സിമം നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം പഠിച്ചു. കുറെ അനാലിസിസ് മെത്തേഡ്സ് നമ്മൾ നോക്കി, ബേസ് ലൈൻ സ്റ്റഡീസ്, ചെക്ക് ലിസ്റ്റ്, മെട്രിക്സ് മെത്തേഡ്, പിന്നെ ഓവർലേസ്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒക്കെ പണ്ട്. അപ്പൊ അങ്ങനത്തെ റെപ്രസെന്റേഷൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പൊ നിങ്ങളുടെ കേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സബ്ജക്ട് പഠിക്കണമെങ്കിൽ ഒരു ടെക്സ്റ്റ് നിങ്ങൾ റെഫർ ചെയ്യണമെന്ന് വിചാരിക്കാം. സോ ഒരു ടെക്സ്റ്റിന്റെ കേസിൽ നിങ്ങൾ വെറുതെ അതിൻ്റെ അത് കുറേ വാചകങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് പോയ ടെക്സ്റ്റ് ആണെങ്കിൽ ഒരു ആളും മിക്കവാറും അത് റെഫർ ചെയ്യില്ല, അല്ലെ? ഫുൾ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക്. ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കുന്നു, നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാ ഡീറ്റെയിലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പാരഗ്രാഫ് വൈസ് അതിൻ്റെ അകത്ത് സ്റ്റാർട്ടിങ് ടു എൻഡ്, ആ ടെക്സ്റ്റിന്റെ സ്റ്റാർട്ടിങ് ടു എൻഡ് ഫുള്ള് പാരഗ്രാഫ് അഥവാ വേർഡ് ബൈ വേർഡിലാണ് അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നിരിക്കുക. നമ്മൾ ഒരിക്കലും അത് പ്രിഫർ ചെയ്യില്ല ആ ടെക്സ്റ്റ്. കാരണം എന്ന് വെച്ചാൽ നമുക്കത് വായിക്കാനുള്ളൊരു ടെൻഡൻസി വരില്ല. നമുക്ക് അതിന് പകരം ഇഫ് അറ്റ് ഓൾ ദർ ഈസ്, നമുക്കൊരു പാരഗ്രാഫ് കഴിഞ്ഞു, ആ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം ദർ ഈസ് സം ഗ്രാഫ്, എന്തെങ്കിലും ഒരു ഗ്രാഫ് നമ്മൾ ആ പാരഗ്രാഫിനെ ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട് വിചാരിക്കാം. ഓർ എന്തെങ്കിലും ഒരു ഇമേജ്, ഈ ഒരു പാരഗ്രാഫിനെ ഒരു മെഷീനെ പറ്റിയിട്ടാണ് വിവരിക്കുന്നതെങ്കിൽ ആ മെഷീന്റെ ഒരു ഇമേജ് അതിന്റെ താഴത്ത് കൊടുത്തിട്ട് അതിന്റെ കമ്പോണൻസ് ഒക്കെ അതിനകത്ത് ഉണ്ടെന്നായിരിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉള്ള ടെക്സ്റ്റ് ആണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ വിവരിക്കാൻ തുടങ്ങി അതിന്റെ വർക്കിങ്ങിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ കുറച്ച് കഴിഞ്ഞിടത്ത് അതിന്റെ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന കുറച്ച് ഫോട്ടോസ് ഒക്കെ അവർ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. സോ അങ്ങനത്തെ ഒരു ടെക്സ്റ്റ് ആകുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ടെക്സ്റ്റ് എന്തായാലും ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ചറവറ എഴുതി വെച്ച ഒരു ടെക്സ്റ്റ് നമ്മൾ ഒരിക്കലും ആരും പ്രിഫർ ചെയ്യില്ല വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇമേജ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ഒക്കെ മെയിൻ ആയിട്ട് കൊടുക്കുന്നത്. സെയിം മോഡലിലായിരിക്കണം നമ്മളുടെ ഫൈനൽ EIA റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കേണ്ടത്. അതില് വെറുതെ കുറെ നിങ്ങൾക്ക് എല്ലാ ടീച്ചർമാരും പറയുന്ന കാര്യം ഒന്നായിരിക്കും. നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് മാക്സിമം അതിൻ്റെ അകത്ത് ഫിഗേഴ്സ് ഒക്കെ ഇടാൻ പറ്റുമെങ്കിൽ മാക്സിമം ഫിഗേഴ്സ് ഒക്കെ ഇട്ടിട്ട് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് കിട്ടുന്നൊക്കെ. അപ്പൊ അത് നോക്കുന്ന ആൾക്കാരുടെ ഒരു ഇതേ മനോഭാവം തന്നെയായിരിക്കും നോക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന മനോഭാവം എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളിങ്ങനെ കുറെ എഴുതിയിട്ട് പോയി കഴിഞ്ഞാൽ അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. കുറച്ചൊക്കെ വായിച്ചു നോക്കും, പിന്നെ ലാസ്റ്റിലോട്ട് നിങ്ങൾ ഇതന്നെ ഒരേ കാര്യം തന്നെ തലങ്ങും വിലങ്ങും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കാണാനും രസം ഉണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ട് ആൾക്കാർ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഇമേജ് ഒക്കെ ഉണ്ടെങ്കിൽ
ഓൺ ദ സ്പോട്ട് തന്നെ ആ ഇമേജ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താണ് ഇവൻ ഈ കണ്ടന്റിന്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ നമ്മൾ ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ പകുതി മാർക്ക് അവിടെ തന്നെയായി. ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി ഏകദേശം ഏത് രീതിയിലാണ് ഇവൻ ഈ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു റിപ്പോർട്ടിനാണ്. സോ അതുകൊണ്ടാണ് ഈ ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരുപാട് മെത്തേഡ്സ് പഠിച്ചു. അതിൽ ഏതെങ്കിലും ഒരു സ്യൂട്ടബിൾ മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്ത് നമുക്ക് എന്ത് ഇടണം, ഈ പറഞ്ഞ കുറെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കണം. അതായത് അപ്പാർട്ട് ഫ്രം മെയിൻ ടെക്സ്റ്റ്, നമ്മൾ കുറെ ടെക്സ്റ്റ് രൂപത്തിൽ ടൈപ്പ് ചെയ്ത് വെക്കുന്നതിന്റെ പുറമെ അപ്പാർട്ട് ഫ്രം മെയിൻ ടെക്സ്റ്റ് വി ഷുഡ് മാക്സിമൈസ് ദ യൂസ് ഓഫ് വിഷ്വൽ എയ്ഡ്സ്. എന്തെങ്കിലും കാണാനുള്ള പല പല വിഷ്വൽ എയ്ഡ്സ് ഉണ്ടാവല്ലോ, ആ വിഷ്വൽ എയ്ഡ്സിന്റെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സ്? എന്തെങ്കിലും മാപ്പുകൾ or something, drawings, sometimes it may be photographs അല്ലെ, ചിലപ്പോൾ ചില ടേബിൾസ് ആയിരിക്കും, or maybe some diagrams, അല്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞ മെട്രിക്സ്. അപ്പോൾ ഈ മെട്രിക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ഇന്നലെ പറഞ്ഞു. ഒരു മെട്രിക്സിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെട്രിക്സ് ഞാൻ അടുത്ത് വരച്ച് കാണിച്ചു തന്നു. ഇപ്പൊ ഞാൻ ഇത്രയും എഴുതിയതിനു ശേഷം ഇത്രയും സമയം ഞാൻ ടെക്സ്റ്റ് മാത്രമായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ. ഞാൻ ഒരു 2-3 പോയിന്റ് വൈസ് ടെക്സ്റ്റ് മാത്രം യൂസ് ചെയ്തു. ടെക്സ്റ്റിന് പകരം ഞാൻ താഴത്ത് ഇങ്ങനെ ഒരു മെട്രിക്സ് അവിടെ ഫോം ചെയ്യുന്നു വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ടൈം ടേബിൾ, ലെറ്റ് us consider this is your time table. സോ നമുക്ക് ഇവിടെ അറിയാം മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, ഇവിടെ സബ്ജക്ട് 1, സബ്ജക്ട് 2, സബ്ജക്ട് 3, നെക്സ്റ്റ് മേ ബി സബ്ജക്ട് 2, സബ്ജക്ട് 1, സബ്ജക്ട് 3, സബ്ജക്ട് 3, സബ്ജക്ട് 2, സബ്ജക്ട് 1 ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് നോക്കുന്ന ആൾക്ക് മനസ്സിലാവും ചൊവ്വാഴ്ച 2ാമത്തെ പീരീഡ് എന്ന് പറയുന്നത് സബ്ജക്ട് 1ന്റെ ആണെന്ന് ഒറ്റയടിക്ക് മനസ്സിലാവും. അതിന് പകരം നമ്മളിപ്പം ഈ മെട്രിക്സ് ഉപയോഗിക്കാണ്ട് നമ്മൾ ഇവിടെ എഴുതാണ് പോയിന്റ് വൈസ്. മൺഡേ ഫസ്റ്റ് പീരീഡ് ഈസ് സബ്ജക്ട് 1 ആൻഡ് മൺഡേ സെക്കൻഡ് പീരീഡ് ഈസ് സബ്ജക്ട് 2 എന്നിട്ട് ഇങ്ങനെ എഴുതി പോവുകയാണെങ്കിൽ ഒരിക്കലും നമ്മളൊരു മേ ബി അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയൊരു പാരഗ്രാഫ് ആയിരിക്കും നമുക്ക് അവിടെ ഫോം ചെയ്ത് കിട്ടുക. അതിന് പകരം സിമ്പിൾ ആയിട്ട് ഒരാളെ മനസ്സിലാക്കിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ നമ്മൾ ടൈം ടേബിൾ ഓൺ ദ സ്പോട്ട് നമുക്ക് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് ഈ അവർ ക്ലാസ് ഇല്ലേ, അപ്പൊ ഇന്നത്തെ ദിവസം വെനസ്ഡേ ആണ്, ഓക്കെ, വെനസ്ഡേ 3rd hour ആണ്, ഇറ്റ് ഈസ് സബ്ജക്ട് 1. അപ്പൊ സബ്ജക്ട് 1ന്റെ ആള് വന്നിട്ട് ക്ലാസ് എടുക്കുന്നില്ലേ, ഓൺ ദ സ്പോട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം. അതിന് പകരം നമ്മൾ ഇതേപോലെ ഫുൾ റൈറ്റിംഗ്സ് ചെയ്തെങ്കിൽ ഫുള്ള് റൈറ്റിംഗ്സും വായിച്ചു നോക്കേണ്ടി വരും. മൺഡേ ഈസ് ഫോർ സബ്ജക്ട് 1, മൺഡേ സെക്കൻഡ് പീരീഡ് ഈസ് ഫോർ സബ്ജക്ട് 2 എന്നിങ്ങനെ ഉള്ളത് വായിച്ചു നോക്കി കണ്ടുപിടിക്കുന്നതിലും എത്രയോ മച്ച് ബെറ്റർ ആയിരിക്കും നമ്മൾ ഇതേപോലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ഒരു കാര്യം സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ റിപ്പോർട്ടിന്റെ അകത്തും നിങ്ങൾ വെക്കുന്നത് 3D ഡ്രോയിങ്സ് ഒക്കെ വെക്കാൻ വേണ്ടി പറയുന്നത് അതൊക്കെ തന്നെയാണ്. നിങ്ങൾ CAD ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതും മാക്സിമം അതിന്റെ പല പല വ്യൂസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറയുന്നതും ഒക്കെ അതിന്റെ റീസൺ ഈ ഒരു സംഭവം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇൻ ജനറൽ ആയിട്ട് വാട്ട് ഓൾ ആർ ദ റിക്വയർമെന്റ്സ് ഫോർ EIS അത് നമുക്ക് നോക്കാം. സോ മെയിൻ EIS should contain the following items. Okay, so in general നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, but the main EIS should contain up to this time നമ്മൾ എന്തൊക്കെ പറഞ്ഞു അത് വെച്ചിട്ട് നമുക്ക് what are the following items that should be contained in a main EIS or environmental impact statement. So basically it is a report. The report should not contain only text, it should contain some figures, diagrams, graphical representation and all. So first part of the main report should contain
the description of the program. It is mandatory that the description should be written in the EIS statement. Description of the program or plan or project, whatever it may be. So what all program, plan or project we are conducting, അതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ, സ്മോൾ ഒരു പാരഗ്രാഫ്, 1 or 2 പാരഗ്രാഫിൽ ഒതുങ്ങുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ. ഇതാണ് ബേസിക്കലി നമ്മൾ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ എ സമ്മറി ഓഫ് മെത്തഡോളജീസ് ദാറ്റ് വി ആർ ഫോളോയിങ്. A summary of methodologies which we follows. ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് what all are the methods that we are following? Maybe first stage we will be planning out, it will be planning process. The second stage it may be execution. Third stage it may be some ലീഗൽ ലെജിസ്ലേറ്റീവ് മെഷേഴ്സ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഓരോന്ന് സ്റ്റേജ് ബൈ സ്റ്റേജ് എങ്ങനെയാണോ അത് ഫോളോ അപ്പ് ചെയ്യുന്നത്, ആ മെത്തേഡ്സിന്റെ ഒരു ചെറിയൊരു ഡ്രാഫ്റ്റ് ഫോർമാറ്റ് അവിടെ വെച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം, സമ്മറി ഓഫ് മെത്തഡോളജി നമ്മൾ അതിൻ്റെ അകത്ത് നമ്മളുടെ പ്രൊജക്ട് റിപ്പോർട്ടിന്റെ അകത്തും ഇതേപോലെ തന്നെ എഴുതി ചേർക്കാറുണ്ട്. അതായത് എന്താണ് ഇതിന്റെ വർക്കിംഗ് എന്നൊക്കെ ഉള്ളത്, അല്ലെ? അത് ഫസ്റ്റ് തന്നെ ചിലപ്പം നിങ്ങളുടെ ലിറ്ററേച്ചർ റിവ്യൂ ആയിരിക്കും. പിന്നെ സെക്കൻഡ് സ്റ്റേജിലായിരിക്കും നിങ്ങളുടെ ഈ പ്രൊജക്ട്, വാട്ട് ഈസ് അവർ പ്രൊജക്ട് എന്നുള്ള പ്ലാനിനെ പറ്റി എഴുതിയിട്ടുണ്ടാവുക. തേർഡ് സ്റ്റേജിലായിരിക്കും ഇതിന്റെ വർക്കിംഗ് കൊടുത്തിട്ടുണ്ടാവുക. ഫോർത്ത് സ്റ്റേജിൽ ഇതിന്റെ അനാലിസിസ് ആയിരിക്കും. സോ വാട്ട് ഓൾ മെത്തഡോളജീസ് ദാറ്റ് വി ആർ ഫോളോയിങ്, അതായിരിക്കണം നെക്സ്റ്റ് സ്റ്റേജിൽ അവിടെ ഉണ്ടാവേണ്ടത്. സോ 2 കാര്യങ്ങളായി അല്ലെ. ഇനി നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് നമ്മളുടെ ഇത് ബേസിക്കലി ഒരു ലീഗൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുള്ള ഒരു ഐറ്റം ആണല്ലോ. സോ എന്തൊക്കെയാണ് ഇപ്പത്തെ നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള പോളിസീസ്, പോളിസി, ലീഗൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് within which the project is situated. സോ നെക്സ്റ്റ് സ്റ്റേജിൽ നമുക്ക് വേണ്ടത് ഇതാണ്. നമ്മൾ ഈ ഒരു ഏതൊരു പ്രൊജക്ട്, ചിലപ്പം എൻ്റെ വീട്ടിനടുക്ക് നടത്തുന്നത് പ്രൊജക്ടിന്റെ ആ ലീഗൽ ഇഷ്യൂസ് ആയിരിക്കില്ല നിങ്ങളുടെ നാട്ടിൻ പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന്റെ സൈഡിലോ നടത്തുന്ന ഒരു പ്രൊജക്ട് ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നടത്തുന്ന ആ പ്രോസസ് ആയിരിക്കില്ല നമ്മൾ അട്ടപ്പാടി പോയി കഴിഞ്ഞാൽ ചെയ്യുന്നത്, അല്ലെ? ഓരോ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ള ജിയോഗ്രഫിക്കൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ചസ് ഉണ്ടാവും. സോ നമ്മളിപ്പോൾ എവിടെയാണോ നമ്മൾ പ്രൊജക്ട് പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള നിയമങ്ങളും അതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഫ്രെയിംവർക്ക് എന്തൊക്കെയാണ്, ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, ഒരു ബിൽഡിംഗ് എടുക്കുമ്പോഴുള്ള ഈ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് ഒരു ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇതിന്റെ ഒക്കെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ അവിടെ നമ്മൾ കൊടുക്കണം. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ എന്തൊക്കെയാണോ ഇപ്പൊ അവിടുത്തെ ബേസ് ലൈൻ ഡാറ്റാസ് അവൈലബിൾ, നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുള്ള വാട്ട് ഓൾ ബേസ് ലൈൻ ഡാറ്റാസ് വി ആർ അവെയർ ഓഫ്, നമ്മൾ ആ ഒരു പ്രൊജക്റ്റുമായിട്ട് ബേസ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് ബേസ് ലൈൻ ഡാറ്റാസ് ഉണ്ടാവും, ആൾക്കാരോടൊക്കെ ചോദിച്ചിട്ടൊക്കെ കിട്ടുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ആ ഡാറ്റാസ് നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്ത് വെക്കണം. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് നമ്മളുടെ മെയിൻ കണ്ടന്റ് വരുന്നത്. അതായത് മെയിൻ കണ്ടന്റ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇമ്പാക്ട് അസോസിയേറ്റഡ്, അത് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ മെയിൻ ആയിട്ട് EIS ഉണ്ടാക്കുന്നത്. സോ ഇമ്പാക്ട് അസോസിയേറ്റഡ്, വാട്ട് ഓൾ ഇമ്പാക്ട്സ് മേ ബി ദർ. ഒന്നിക്കൽ അത് ബെനിഫിഷ്യൽ ഇമ്പാക്ട് ആയിരിക്കും, ചിലപ്പം അഡ്വാൻറ്റേജ് വരുന്ന സാധനങ്ങളായിരിക്കും. സോ ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ്
ആൻഡ് ഓൾസോ ബെനിഫിഷ്യൽ അല്ലാണ്ട് അതിന്റെ എക്സ്ട്രാ വരുന്നത് അഡ്വേഴ്സ് ഇമ്പാക്ട്. അഡ്വേഴ്സ് ആർ detrimental impact associated with it. So sometimes it may be beneficial or sometimes it may be adverse. ഏതൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യണം ഈ ഒരു റിപ്പോർട്ടിൻ്റെ അകത്ത്. ആൻഡ് ഓൾസോ ഈ ഒരു റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ബേസിക്കലി ഒരു പ്രഡിക്ഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഉണ്ടാക്കുന്നതിനെക്കാട്ടി മുമ്പിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിക്കാം എന്നുള്ള ഒരു പ്രഡിക്ഷൻ മാത്രമാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ സിൻസ് ഇറ്റ് ഈസ് എ പ്രഡിക്ഷൻ, നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രഡിക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. ദർ മേ ബി സം അൺസർട്ടനിറ്റീസ് അല്ലെ. സോ ലിസ്റ്റ് ഓഫ് അൺസർട്ടനിറ്റീസ്, പ്രഡിക്ഷൻ ആയതുകൊണ്ട് മാത്രം കുറെ അൺസർട്ടനിറ്റീസ് ഉണ്ടാവും, നമുക്ക് ഉറപ്പില്ലാത്ത കുറെ കാര്യങ്ങൾ. So what all are the list of uncertainties? It should be highlighted. അതായത് നമുക്ക് ഇപ്പോൾ ഉത്തരം കറക്റ്റ് ആയിട്ട് കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളെ മൊത്തം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മൊത്തം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് എന്തായാലും വെച്ചിരിക്കണം. കാരണം പുറത്തുനിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവണം ഇന്ന കാര്യങ്ങൾ ഇപ്പോഴും ചോദ്യം കിട്ടാതെ, ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ അവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ ഒരുപാട് ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ് നമ്മൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, ഒരുപാട് അഡ്വേഴ്സ് എഫക്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ബട്ട് ചില കാര്യങ്ങൾക്ക് നമുക്ക് ചിലപ്പം ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല. അതിനെയാണ് നമ്മൾ അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത്. സർട്ടൈൻ എന്ന് വെച്ചാൽ ഉറപ്പായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ, അൺസർട്ടൈൻ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ. സോ വാട്ട് ഓൾ ആർ ദ അൺസർട്ടനിറ്റി, ഇറ്റ് ഷുഡ് ബി ഹൈലൈറ്റ്. അത് നമ്മൾ കൃത്യമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നോക്കണം. അതാണ് ഇതിന്റെ മെയിൻ കോർ ഫങ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഈ രണ്ട് ബെനിഫിഷ്യൽ ഇമ്പാക്ട്സ് പറഞ്ഞു, ഓക്കെ, നമുക്ക് വേണ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട് അറിയുന്നത്, അതൊക്കെ കിട്ടി, ഓക്കെ ആണ്, പ്രശ്നമില്ല. നമുക്ക് കുറെ അഡ്വേഴ്സ് എഫക്ട്സ് കിട്ടി. എന്തൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കുറെ അഡ്വേഴ്സ് എഫക്ട്സ്, എന്തെങ്കിലും ജീവികൾക്ക് നാശനഷ്ടം ഉണ്ടാവലോ അല്ലെങ്കിൽ ബിൽഡിങ്സിന് നാശനഷ്ടം ഉണ്ടാവലോ, ആ സാധനങ്ങളൊക്കെ കിട്ടി. ബട്ട് ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ ഉറപ്പായിട്ടും ഇതിൻ്റെ അകത്തേക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് തന്നെ വെച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, അതാകുമ്പോൾ പുറത്തുനിന്ന് ഒരാൾ എക്സ്ട്രാ വന്ന് നോക്കുന്ന സമയത്ത് അയാൾക്ക് പെട്ടെന്ന് ഈ അൺസർട്ടനിറ്റീസിന്റെ പുറത്ത് ഇനി വർക്ക് ചെയ്താൽ മതി. എന്തൊക്കെയാണോ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ അതിൽ വേണം അയാൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാളെ കൊണ്ട് അത് ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പനി റൺ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അൺസർട്ടനിറ്റീസിനുള്ള ഉത്തരങ്ങൾ കിട്ടും. അപ്പൊ ആ അൺസർട്ടനിറ്റീസിനുള്ള ഉത്തരങ്ങൾ കിട്ടലും അതിന്റെ മിറ്റിഗേഷൻ മെഷേഴ്സും നമുക്ക് അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് എന്നുള്ളത് ഈ മെയിൻ സാധനം കണ്ടെയ്ൻ ചെയ്യേണ്ടത് 2 പാർട്ടായിട്ട് നമ്മൾ ഉണ്ടാക്കണം. ഓക്കെ, ഈ ഒരു ആക്ഷൻ പ്ലാൻസ് ഏതാണ്? ആക്ഷൻ പ്ലാൻസ് ഒക്കെ 2 പാർട്ടായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഫസ്റ്റ് പാർട്ടിന്റെ അകത്ത് മെയിൻ ആയിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല്, സോ ഫസ്റ്റ് പാർട്ട് ഷുഡ് കണ്ടെയ്ൻ, ഒന്നാമത്തെ പാർട്ടിന്റെ അകത്ത് നമുക്ക് വേണ്ടത് നമ്മളുടെ എന്തൊക്കെയാണോ നമ്മൾ മെഷേഴ്സ് ഇംപ്ലിമെന്റ് മെഷേഴ്സ് ഓഫ് മിറ്റിഗേഷൻ, എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്യാനുള്ള പ്രപ്പോസ്ഡ് മെഷേഴ്സ്, അതായിരിക്കണം ഫസ്റ്റ് പാർട്ടിൽ അത് ക്യാരി ഔട്ട് ചെയ്യേണ്ടത്. അതായത് അഡ്വേഴ്സ് എഫക്ട്സിന്റെ മിറ്റിഗേഷൻ സംഭവിക്കാനുള്ള മെഷേഴ്സ് ഒരു പാർട്ടിൽ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. സെക്കൻഡ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെ മോണിറ്റർ ചെയ്യാം. സോ അത് ബി. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് മോണിറ്ററിങ് റിക്വയർമെന്റ്സ്. ഇതിനെ മുന്നോട്ടേക്കും ഇതേപോലെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോണിറ്ററിങ് റിക്വയർമെന്റ്സ് ടു മെഷേഴ്സ് പ്രഡിക്റ്റഡ്. ഭാവിയിൽ ത്രൂഔട്ട് ഇത് നമുക്ക് ഒരു കാലത്തേക്ക് മാത്രം ഉപയോഗിക്കേണ്ടതല്ല, ഇത് കാലങ്ങളോളം ആ കമ്പനി റൺ ചെയ്യുന്ന എല്ലാ കാലത്തോളം ഉപയോഗിക്കേണ്ടതാണ്. സോ ഈ 2 പാർട്ട് മസ്റ്റ് ആണ്. ഒന്നെന്ന് വെച്ചാൽ ഇംപ്ലിമെന്റ് മെഷേഴ്സ്, എന്തൊക്കെയാണ് നമ്മൾ അഡ്വേഴ്സ് എഫക്റ്റിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെഷേഴ്സ് എടുത്തിട്ടുള്ളതെന്നും,
പിന്നെ ഈ മെഷേഴ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടും കാലങ്ങളോളം മുന്നോട്ടേക്ക് പോകുന്ന വഴിക്ക് മെഷേഴ്സിനെ മോണിറ്റർ ചെയ്യാനുള്ള റിക്വയർമെന്റ്സും ഇത് രണ്ടും രണ്ട് സെപ്പറേറ്റ് പാർട്ടായിട്ട് ത്രൂ ഔട്ട് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിരിക്കണം. സോ ഇത്രയാണ് നമ്മളുടെ EIA സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് ഫൈനലായിട്ട് ഉണ്ടാവേണ്ടത്. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ EIA സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം കഴിഞ്ഞു. ഇനി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുള്ള നെക്സ്റ്റ് ഒരു സാധനമായിരിക്കും നമ്മളുടെ അപ്പൻഡിക്സസ് എന്ന് പറയുന്നത്. ഏതൊരു റിപ്പോർട്ടും ടെക്സ്റ്റ് ബുക്കും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു അപ്പൻഡിക്സസ് ഉണ്ടാവും, ഒരു ലിസ്റ്റ്. അപ്പൊ ഈ റിപ്പോർട്ടിന്റെ അകത്തും അപ്പൻഡിക്സസ് ഉണ്ടാവണം. അപ്പൻഡിക്സസിന്റെ അകത്ത് നമ്മൾ സാധാരണ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്തൊക്കെയാണോ അത് തന്നെയാണ് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നിങ്ങൾക്കറിയാം, ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, കുറച്ച് വലിയ വലിയ ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിലും ഉണ്ടാവും ഈ അപ്പൻഡിക്സസ് എന്ന് പറഞ്ഞ സാധനം. സോ അപ്പൻഡിക്സസ് ഷുഡ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് നമ്മൾ അവിടെ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവാത്ത എന്തൊക്കെ ടെക്നിക്കൽ ടേംസ് ഉണ്ടോ അതിന്റെ ഒരു ലിസ്റ്റ്. സോ ടെക്നിക്കൽ ടേംസ് ആൻഡ് യൂണിറ്റ്സ്. ഇപ്പൊ നമ്മൾ പെട്ടത് HA എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിട്ടുള്ളത്. HA എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. HA എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഹെക്ടർ എന്നുള്ളതാണ്. നമ്മുടെ സ്ഥലത്തിന്റെ വിസ്തീർണം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് HA എന്നുള്ളത്. ചിലപ്പോൾ ഞാൻ IN എന്ന് പറഞ്ഞിട്ട് ഇട്ടു. IN എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇഞ്ചസ് ആണ് അതിന്റെ അർത്ഥം. ചിലപ്പോൾ ഞാൻ എഴുതുന്ന HZ എന്ന് വെച്ചാൽ എന്താ, ഹേർട്സ് എന്നുള്ളതാണ്, ഫ്രീക്വൻസിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ എന്തൊക്കെയാണോ ഞാൻ ഇട്ടിട്ടുള്ളത് അതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഈ അപ്പൻഡിക്സിൽ കൊടുക്കണം. ആയത് തന്നെ എന്തിനാണ് അത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുള്ളത്. പിന്നെ അപ്പൻഡിക്സിൽ വേണ്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം മെമ്പേഴ്സ് ലിസ്റ്റ് ഓഫ് ടീം മെമ്പേഴ്സ്. ആരൊക്കെയാണ് ഈ ഒരു EIA പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായത് അവരുടെ ഒരു ലിസ്റ്റ് അവിടെ വേണം. ആ ലിസ്റ്റും അവരുടെ ഡെസിഗ്നേഷനും എന്താണ് അവരുടെ റോൾ എന്നുള്ളത്. ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ വാട്ട് ഓൾ ആർ ദെയർ റോൾസ്. പിന്നെ വേണ്ടത് നമ്മളുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിംഗ്, പബ്ലിക് മീറ്റിംഗിന്റെ മിനിറ്റ്സ്. അതായത് നിങ്ങളും ഇപ്പൊ നമ്മളായാലും ഒരു മീറ്റിംഗ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോഴ്സ് കമ്മിറ്റി ക്ലാസ് കമ്മിറ്റി മീറ്റിംഗ് വെച്ചതിന് ശേഷം നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മിനിറ്റ്സ് ഉണ്ടാക്കും. ഒരു റെക്കോർഡിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ ഓരോ ആൾക്കാർ പറയുന്ന പ്രശ്നങ്ങൾ എന്താണെന്നോ ഓരോ സബ്ജക്റ്റിന് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു റെക്കോർഡിന്റെ അകത്ത് എഴുതി വെക്കാറുണ്ട്. സോ ആ ഒരു മീറ്റിംഗ് മിനിറ്റ്സ് വേണം. കാരണം ഭാവിയിൽ ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു S8 എന്ന് പറഞ്ഞ സബ്ജക്ട് ഒരു സെമിസ്റ്ററിന്റെ സമയത്ത് കുട്ടികൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നേരിട്ടത്. അപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊജക്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ. ആ പ്രൊജക്ടിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഈ മിനിറ്റ്സിന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഭാവിയിൽ ഒരാൾ വന്ന് നമ്മൾ ചോദിക്കുന്ന സമയത്ത് എന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ബാച്ചിലെ കുട്ടികൾക്ക് പ്രൊജക്ടിന് പറ്റിയതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവർക്ക് മാർക്ക് കുറയാനുള്ള കാരണമെന്നോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവർ പ്രൊജക്ട് മാത്രം എക്സിക്യൂട്ട് ചെയ്യാണ്ടിരുന്നതെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് പറയാൻ പറ്റും ദീസ് ഓൾ പ്രോബ്ലംസ് വെർ ദെയർ. അതുകൊണ്ടാണ് അവർക്ക് അതിന്റെ ഫോളോ അപ്പ് നടത്താൻ പറ്റാണ്ടിരുന്നത്. ഇതൊക്കെ അവർ ഓൾറെഡി ആ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രപ്പോസ്ഡ് ആക്ഷൻ്റെ അകത്ത് എന്തെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഈ ഒരു കാര്യം വെച്ചിട്ട് പറയുന്നത്. പിന്നെ എന്തൊക്കെയെങ്കിലും ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് മെയിൻ ആയിട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു അപ്പൻഡിക്സിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ അപ്പൻഡിക്സിന്റെ അകത്ത് മെയിൻ ആയിട്ട് വരേണ്ടത്. ഓക്കെ, ഇതെല്ലാം ടെക്സ്റ്റ് ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചില കാര്യങ്ങൾ കാണാം. ഈ ടെക്നിക്കൽ ടേംസ് യൂണിറ്റ് ഒക്കെ നിങ്ങൾക്ക് എന്തായാലും എല്ലാ ടെക്സ്റ്റ് എടുത്തിട്ട് അതിന്റെ അപ്പൻഡിക്സ് എടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ടെക്നിക്കൽ ടേംസും പിന്നെ ആ ടെക്സ്റ്റിന്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള, അതായത് ഫ്രം പേജസ് 1 to ഒരു 100 പേജ് ഉണ്ടെങ്കിൽ 100 പേജിന്റെ ഇടയിൽ വരുന്ന എന്തൊക്കെയാണോ അവർ യൂണിറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെ എന്തൊക്കെയാണോ ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്തിട്ടുള്ളത് അതിന്റെയൊക്കെ ഒരു ലിസ്റ്റ് അവിടെ എന്തായാലും ഉണ്ടാവും. ഓക്കെ, അത് എത്രാമത്തെ പേജ് നമ്പറിലാണെന്നും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് അവിടെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെയാണ് നമ്മൾ അപ്പൻഡിക്സ് എന്ന് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ടീം മെമ്പേഴ്സിന്റെ ഒരു ലിസ്റ്റ് അവിടെ ഉണ്ടാവും പ്രൊവൈഡ് ചെയ്തിട്ട്. ഓൾസോ പബ്ലിക് മീറ്റിംഗിന്റെ
മിനിറ്റ്സ് അതിൻ്റെ അകത്ത് ഉണ്ടാവണം. ടെക്നിക്കൽ ഇൻഫോർമേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഈ ഒരു ലിസ്റ്റ് അപ്പൻഡിക്സിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇറിഗേഷൻ അല്ലെങ്കിൽ ഡ്രെയിനേജ് പ്രൊജക്ട് വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്നാണ്. മേജർ ഇമ്പാക്ട്സ് ഓഫ് ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് പ്രൊജക്ട്. അപ്പം എന്തൊക്കെയാണ് ഡ്രെയിനേജ് അല്ലെങ്കിൽ ഇറിഗേഷൻ പ്രൊജക്ട് ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന മാക്സിമം ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്? ഞാൻ ഈ പറയുന്ന ഇമ്പാക്ട്സ് ഒക്കെ നിങ്ങൾ അണ്ടർലൈൻ ഇട്ട് പഠിക്കേണ്ടതാണ്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നതുള്ളത് കുറെ ടേംസ് ആണ് പറയുക. ഈ ടേംസ് ഒക്കെ അണ്ടർലൈൻ ഇട്ട് പഠിക്കുക. കാരണം ഇത് നമുക്ക് മൊഡ്യൂൾ 1 to 6 ത്രൂ ഔട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല നല്ല ടേംസുകളാണ്, ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല ടേംസുകളാണ്. സോ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു 1 to 6 മൊഡ്യൂളിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ക്വസ്റ്റ്യന്റെ ആൻസർ വേണമെങ്കിലും ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വാക്കുകളാണ്. സോ ജസ്റ്റ് ഞാനൊന്ന് ഏതൊക്കെ വാക്കുകൾ എന്ന് മാത്രം പറഞ്ഞുതരാം. അത് നിങ്ങൾ നോട്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ നോട്ട് ചെയ്യുക. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളജി, സെക്കൻഡ് ടേം വാട്ടർ ആൻഡ് എയർ ക്വാളിറ്റി, തേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ പ്രോപ്പർട്ടീസ്, ആൻഡ് സേഫ്റ്റി, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇറോഷൻ ആൻഡ് സെഡിമെന്റേഷൻ, ബയോളജിക്കൽ ആൻഡ് എക്കോളജിക്കൽ ചേഞ്ചസ്, socio economic impact, ecological imbalance, and ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഹ്യൂമൻ ഹെൽത്ത്. നമുക്ക് ഏതൊരു ക്വസ്റ്റ്യൻ്റെ അകത്തും നിങ്ങൾ എടുക്കുക, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഇന്നേ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഇടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് ഏതെങ്കിലും ഒരു, ഇപ്പൊ എയർ പൊല്യൂഷൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് എയർ പൊല്യൂഷൻ, വാട്ട് ആർ ദ എഫക്ട്സ് ഓഫ് സോയിൽ പൊല്യൂഷൻ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു 8 പോയിന്റ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ 8 പോയിന്റിന്റെ എല്ലാ പോയിന്റും ആവശ്യം ഉണ്ടാവില്ല, ചില പോയിന്റ് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾ ഈ ഒരു ടേംസിന്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ ഹൈഡ്രോളജി ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടേം ആണ് അല്ലെ ഹൈഡ്രോളജി എന്ന് പറയുന്നത്. അല്ലെ വാട്ടർ ആൻഡ് എയർ ക്വാളിറ്റി, വാട്ടറിന്റെ എയറിന്റെ ക്വാളിറ്റി, പിന്നെ സോയിൽ പ്രോപ്പർട്ടീസ് ആൻഡ് സേഫ്റ്റി, ഇറോഷൻ ആൻഡ് സെഡിമെന്റേഷൻ, സോ ബയോളജിക്കൽ ആൻഡ് എക്കോളജിക്കൽ ചേഞ്ചസ്, സോഷ്യോ എക്കണോമിക് ഇമ്പാക്ട്സ് എന്തൊക്കെ ഉണ്ടാവും, എക്കോളജിക്കൽ ഇംബാലൻസ് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുക, ഹ്യൂമൻ ഹെൽത്ത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ്റെ അകത്തും ആൻസർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ദയവേത് ഈ സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഇത്രയും പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ EIA ഡ്രാഫ്റ്റ് എന്താണെന്ന് നോക്കും. EIA ഡ്രാഫ്റ്റ് എന്താണ് ഇത്രയും കാലം വലിയ പ്രശ്നമായിട്ട് വരാനുള്ള റീസൺ എന്നൊക്കെ ഉള്ളത് നമുക്ക് ഇതും കൂടി കഴിഞ്ഞതിന് ശേഷം കുറച്ച് കേസ് സ്റ്റഡീസ് പഠിക്കുന്ന സമയത്ത് അതിന്റെ കൂടെ പഠിക്കാം.